ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശുചിത്വ ബോധം പ്രത്യേകിച്ച് നമ്മളുടെ തീർത്ഥാടന സമയത്ത് പരമ പവിത്രമായി നമ്മൾ സൂക്ഷിക്കേണ്ട, ആചരിക്കേണ്ട ഒന്നാണ്. മാറാത്ത മൂല്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ശുചിത്വം. പ്രധാനമായിട്ട് ശരീരത്തിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും വാക്കിൻ്റെയും ഗൃഹത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധിയാണ് ഗുരു നമ്മോട് ഉപദേശിച്ചത്. തീർത്ഥാടന കാലഘട്ടങ്ങളിൽ നമ്മളുടെ മനസ്സിൻ്റെയും അതേപോലെ തന്നെ വാക്കിൻ്റെയും ശരീരത്തിൻ്റെയും ഗൃഹത്തിൻ്റെയും ഒക്കെ ശുചിത്വം പരമ പ്രധാനവുമാണ്. അപ്പം നമ്മൾ തീർത്ഥാടകരായി സഞ്ചരിക്കുമ്പോൾ, ശിവഗിരിയിലേക്ക് നമ്മൾ പദമൂന്നുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം, നമ്മുടെ ശരീരം ശുദ്ധമായിരിക്കണം. അങ്ങനെ ശുദ്ധമാകണമെങ്കിൽ, നമ്മുടെ ശരീരവും പരിസരവും ഒക്കെ ശുദ്ധമാക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ഉടനീളം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് നടന്ന് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, തീർത്ഥാടകരായിട്ട് വരുമ്പോൾ എല്ലാവരും പല രീതിയിലുള്ള ഭക്ഷണം നമ്മൾ കഴിക്കാറുണ്ട്. പാക്കറ്റ് ഫുഡുകളുണ്ട്, അതുപോലെ വെള്ളം, നമ്മൾ കുപ്പിവെള്ളം ഉപയോഗിക്കാറുണ്ട്, അതുപോലെ മറ്റ് കൂൾ ഡ്രിങ്ക്സുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്, മിഠായി നമ്മൾ ഉപയോഗിക്കാറുണ്ട്, പലതും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ചായ നമ്മൾ കുടിക്കാറുണ്ട്. നമ്മൾ നടന്നു വരുന്ന, നമ്മൾ കടന്നു പോകുന്ന സങ്കേതങ്ങളിൽ ക്ഷേത്ര സങ്കേതങ്ങളുണ്ടാവാം, മറ്റ് സ്ഥാപനങ്ങളുണ്ടാവാം, സംഘടനകളുണ്ടാകാം. ഇവരെല്ലാവരും തീർത്ഥാടകർക്ക് വേണ്ടി പല ഒരുക്കങ്ങളും ചെയ്തു വയ്ക്കാറുണ്ട്. അങ്ങനെ ആ ഒരുക്കങ്ങളിൽ അവർ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് അത്ര ബോധവാന്മാരല്ലാത്തത് കൊണ്ടും, അതുപോലെ ഡിസ്പോസിബിൾ പ്ലേറ്റ്, ഡിസ്പോസിബിൾ ഗ്ലാസ്, അത് മറ്റ് പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇത് ഈ ഉപയോഗിക്കുന്ന ആളുകൾ ആ ഭക്ഷണം ഉപയോഗിച്ച് കഴിയുമ്പോൾ, ഇപ്പോൾ കൂൾ ഡ്രിങ്ക്സ് ആണെങ്കിൽ അത് കുടിച്ചു കഴിഞ്ഞാൽ ആ കുപ്പി അല്ലെങ്കിൽ ആ ബോക്സ് അലക്ഷ്യമായിട്ട് വലിച്ചെറിയാറുണ്ട്. ഇപ്പം ലക്ഷക്കണക്കിന് ആളുകളാണ് ശിവഗിരി സന്നിധിയിലേക്ക്, ആ കുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ലക്ഷക്കണക്കിന് ആളുകൾ നിക്ഷേപിക്കുന്ന ഈ പ്ലാസ്റ്റിക് കുമ്പാരങ്ങൾ, മാലിന്യങ്ങൾ, ഇത് നമ്മൾ ഈ പവിത്രമായിട്ടുള്ള ഭൂമിയിൽ കൊണ്ടിടുമ്പോൾ ആ പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന ആഘാതങ്ങളുണ്ട്. ഒരു ഉദാഹരണം മാത്രമാണ് ഈ പറയുന്നത്. നമ്മൾ എവിടെ സഞ്ചരിക്കുമ്പോഴും അലക്ഷ്യമായി ഇതെല്ലാം വലിച്ചെറിയുമ്പോഴൊക്കെ പ്രകൃതിക്ക് വല്ലാത്തൊരു ദുരന്തമാണ്. അതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ വിഷയങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങൾ, ചർച്ചകൾ, അതിനെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളൊക്കെ നടത്തണമെന്ന് പരമഗുരു നമ്മളോട് ഉപദേശിച്ചത്. പക്ഷെ ഓരോ തീർത്ഥാടനം കഴിയുമ്പോഴും എത്രയോ മാലിന്യങ്ങളാണ് അവിടെ കുന്നുകൂടുന്നത്. ഈ ബോട്ടിലുകൾ, അതേപോലെ ഡിസ്പോസിബിൾ ഗ്ലാസുകൾ, മറ്റ് സ്ട്രോകൾ, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ നമുക്ക് നടപ്പാക്കാൻ കഴിയുന്നത്, ഇതൊക്കെ അവരവർ ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഒരു സാധാരണ നമ്മൾക്ക് പെട്ടെന്ന് ദ്രവിച്ചു പോകുന്ന പേപ്പർ പാക്കറ്റിലോ ഒക്കെ ഇത് കളക്ട് ചെയ്യാം. എന്നിട്ട് എവിടെയാണോ വേസ്റ്റ് നിക്ഷേപിക്കുന്നത് അത് അവിടെ കൊണ്ടുപോയി ഇടുക. അപ്പോൾ ശിവഗിരിയിൽ അത് നടപ്പിലാകണമെങ്കിൽ ആദ്യം നമ്മുടെ സ്വഗൃഹത്തിൽ അത് നടപ്പിലാക്കണം. വീട്ടിൽ നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ്. നമ്മൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയും. അതെല്ലാം പിന്നെ പറക്കിക്കൂട്ടി വൃത്തിയാക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ അമ്മയിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. പാവം അമ്മ ഇതെല്ലാം മക്കൾ ചെയ്യുന്നതും ഭർത്താവ് ചെയ്യുന്നതും മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ അതെല്ലാം പറക്കി എടുത്ത് വീണ്ടും ശുദ്ധമാക്കുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റ് എവിടെ ചെല്ലുമ്പോഴും, നമ്മൾ നമ്മുടെ സ്വന്തം സ്ഥാപനത്തിൽ, നമ്മുടെ സംഘടനയിൽ, പൊതുവേദികളിൽ
ഒക്കെ നമ്മൾ ചെല്ലുമ്പോഴും നമുക്ക് ഇതേപോലെ ചെയ്യാൻ സാധിക്കും. നേരെ മറിച്ച് അങ്ങനെ ഒരു അടുക്കും ചിട്ടയില്ലെങ്കിലോ അവിടെ പോയാലും ഇത് തന്നെ ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ ബാത്റൂമുകൾ എല്ലാവരും കുറ്റപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ്. ബാത്റൂം ശുദ്ധമായിട്ട് സൂക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. പക്ഷേ അവിടെയൊക്കെ അവരവരുടെ ഉപയോഗം കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് പബ്ലിക് ടോയ്ലറ്റിലൊക്കെ നമ്മൾ പോകുമ്പോൾ അത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടും അത് ക്ലീൻ ചെയ്യുക. കാരണം അടുത്ത ആളുകൾക്ക് അത് ഉപയോഗിക്കുവാനുള്ളതാണ്. അപ്പോൾ ശുദ്ധമായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റണം. മറ്റുള്ളവർക്കും അതേപോലെ സാധിക്കണം. പ്രത്യേകിച്ച് യൂറോപ്യൻ ക്ലോസറ്റുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ത്വക്ക് രോഗങ്ങൾ വരാതിരിക്കണമെങ്കിലും കൃത്യമായിട്ട് ആ ക്ലോസറ്റ് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുൻപ് ലോഷൻ ഒഴിച്ച് ഉപയോഗിക്കുക. നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴും അതുപോലെ തന്നെ ക്ലീൻ ചെയ്തിട്ട് വേണം പോരാൻ. അപ്പോൾ നമ്മൾ വെള്ളമൊഴിക്കാതെ മറ്റ് ശ്രദ്ധയൊന്നുമില്ലാതെ ഒക്കെ വരുമ്പോൾ ത്വക്ക് രോഗങ്ങൾ ഇന്ന് പലർക്കുമുള്ളത് പകരുന്ന ഒരു പ്രധാന ഇടം എന്ന് പറയുന്നത് യൂറോപ്യൻ ക്ലോസറ്റാണ്. അതുകൊണ്ട് വളരെ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. പബ്ലിക് ടോയ്ലറ്റുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ബസ് സ്റ്റാൻഡുകൾ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ത്വക്ക് രോഗങ്ങൾ അതിവേഗം പടരും. അതിനൊന്നും ഇടവരാതിരിക്കട്ടെ. എവർക്കും നമസ്കാരം.